തിരുവനന്തപുരം ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിൽ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ കുടുംബം ഇന്ന് സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകും. പ്രതികളായ 5 പോലീസുകാരെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. അന്വേഷണത്തിൽ സിബിഐക്ക് വീഴ്ചയുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടത്. ഇതിനെതിരെയാണ് ഉദയകുമാറിന്റെ കുടുംബം അപ്പീൽ നൽകുക. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മനീഷ്, ഗുഡ് മോർണിംഗ്. ആ അമ്മയുടെ ഒരു പോരാട്ടം, ചില വ്യക്തികൾ അമ്മയെ പൂർണ്ണമായും സഹായിക്കുന്നുമുണ്ട്. ഇന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ ആണല്ലോ, വിവരങ്ങൾ പറയും. ക്രിസ്റ്റീന, രാഷ്ട്രീയമായി കേരളത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് 2005 നടന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്ന കൊലപാതകം. അന്ന് ഇത് സംബന്ധിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം നടത്തുന്നതാണ്. ഇപ്പോഴിതാ ആ സംഭവത്തിൽ ഹൈക്കോടതി ആ കേസിലെ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ട ഘട്ടത്തിലാണ് സർക്കാർ അതിനെതിരെ അപ്പീൽ നൽകാൻ ഒരുങ്ങുന്നത്. ആദ്യം കുടുംബം തന്നെയായിരുന്നു രംഗത്ത് വന്നിരുന്നത്. ആദ്യ 4 പ്രതികൾക്ക് നേരത്തെ തന്നെ കോടതി ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. പിന്നെ അതിൽ 1-ാം പ്രതിക്കും 2-ാം പ്രതിക്കും 2018 വധശിക്ഷ തിരുവനന്തപുരം CBI കോടതി വധശിക്ഷ വിധിച്ചത്. പിന്നീട് ഇത് സംബന്ധിച്ചുള്ള അപ്പീലിലാണ് ഹൈക്കോടതിയിൽ ഇത് വിചാരണ ചെയ്ത് ഹൈക്കോടതിയിൽ നിന്നാണ് ഈ പ്രതികളെ, ഇതിൽ 2-3 പ്രതികൾ മരണപ്പെട്ടു പോയവരാണ്. ഇതിൽ പ്രതികളെ മരണപ്പെട്ടു പോയവരാണ്. ഇതിൽ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് വന്നത്. ഇതിനെതിരെയാണ് കുടുംബം രംഗത്ത് വന്നത്. കൃത്യമായ അട്ടിമറി കേസ് അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ ഈ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നതായിരുന്നു കുടുംബത്തിന്റെ വാദം. പക്ഷേ CBIയുടെ അന്വേഷണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴും വ്യക്തമായ തെളിവുകൾ പോലീസുകാർക്കെതിരെ ഇല്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിമർശനം ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2005 നടന്ന കൊലപാതകത്തിൽ അന്ന് തന്നെ സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. പക്ഷേ സാക്ഷികൾ പലരും കൂറുമാറുകയും കൃത്യമായ തെളിവ് ശേഖരണത്തിലടക്കം ആദ്യം അന്വേഷിച്ച പോലീസ് സംഘത്തിനും ക്രൈംബ്രാഞ്ചിന് മുഖത്തിന് വീഴ്ചയുണ്ടായി എന്ന വിലയിരുത്തൽ കോടതിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് CBIയുടെ അന്വേഷണത്തിൽ പോലും ഗുരുതരമായ വീഴ്ച ഉണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. എന്താണെങ്കിലും ഇന്നലെ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിലെ അഭിഭാഷകന് ഇത് സംബന്ധിച്ച് വക്കാലത്ത് നൽകിയിരുന്നു. ഇന്നിതാ കോടതിയിൽ അപ്പീൽ നൽകും. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കൂടി കുടുംബത്തിന്റെ ഭാഗമായി വിധിക്കെതിരെ നിൽക്കുന്നു. ഒപ്പം തന്നെ പോലീസുകാർക്കെതിരായ നടപടി വേണമെന്ന ആവശ്യത്തിൽ സംസ്ഥാന സർക്കാരും ഉറച്ചു നിൽക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 2005 സെപ്റ്റംബർ 27 നടന്ന ആ ഉരുട്ടിക്കൊല കേസിൽ ഇന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയാണ്. സംസ്ഥാന സർക്കാരും കുടുംബത്തോടൊപ്പം അപ്പീലിൽ പങ്കാളികളാകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.